السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على رسوله الأمين وآله وصحبه أجمعين. أما بعد. വേദിയിലുള്ള കേനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് മുഹമ്മദ് ബാബു സേഠ്, ഇതേപോലെ കേനം സംസ്ഥാന ട്രഷറർ ബഹുമാന്യനായ നൂർ മുഹമ്മദ് നൂർ ഷാ, നമ്മുടെ PTA അംഗവും പണ്ഡിതനുമായ ISMൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായ ബഹുമാന്യനായ സുബൈർ PDAക്കൽ, അധ്യാപകൻ സയ്യിദ് റഹ്മാൻ നദ്വി, സമീർ സലാഹി, മറ്റ് വേദിയിലുള്ള അധ്യാപകരെ, സദസ്സിലുള്ള രക്ഷിതാക്കളെ, ബഹുമാന്യരെ, വലിയ ഒരു ചിന്തയുടെ ഭാഗമായി ഉയർന്നു വന്ന ഒരു സ്ഥാപനങ്ങളാണ് അൽഫിത്രയും അതേപോലെ അർറസാനും. ഇത് രണ്ടും മറ്റെന്തിനേക്കാളും വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന രണ്ട് സ്ഥാപനങ്ങളാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഈ ലോകത്തെ മാറ്റിമറിച്ച ഒരു ഗ്രന്ഥം തന്നെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആയത്ത് പോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ മിൻ ഖശ്യത്തില്ലാ. ഈ ആയത്ത്, ഈ ഖുർആൻ എങ്ങാനും വല്ല പർവ്വതങ്ങളിലും ഇറങ്ങുമായിരുന്നുവെങ്കിൽ ആ പർവ്വതങ്ങൾ പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. ആ വിശുദ്ധ ഖുർആൻ മനുഷ്യഹൃദയങ്ങളിൽ വരുത്തുന്ന മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഏറ്റവും നല്ല വർത്തമാനം, ഈ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചു വരുന്നതും പരസ്പരം സദൃശ്യങ്ങളുമായ ഈ വചനം, അത് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ രോമങ്ങളിൽ, അവൻ്റെ ചർമ്മങ്ങളിൽ അതിനെ വിറകൊള്ളിച്ചുകൊണ്ട് പിന്നീട് അവൻ്റെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ മയപ്പെടുത്തിക്കൊണ്ടുവരുന്നതാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുത വിസ്മയം. ഇതേ ഖുർആൻ തന്നെയാണ് വലീദ് ബിൻ മുഗീറയെ തന്നെ ചിന്തിപ്പിച്ചതും. അയാൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വാഗ്വാദത്തിന് വന്നതിന് ശേഷം പിരിഞ്ഞ് തൻ്റെ അനുയായികളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ വ ഇന്ന അലൈഹി ലതലാവ വ ഇന്നഹു ലമുസ്മിറുൻ അഅല മുഗ്ദിഖുൻ അസ്ഫല വ ഇന്നഹു ലയഅലു വമാ യുഅല. അതായത് ഈ അല്ലാഹുവിനെ തന്നെ സത്യം, നിശ്ചയമായും ഈ വാക്യങ്ങൾക്ക് മാധുര്യമുണ്ട്, ഈ വാക്യങ്ങൾക്ക് വല്ലാത്ത ആകർഷണീയതയുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ
അതിൻ്റെ ഉന്നതമായ സ്ഥലങ്ങൾ അത് ഫലഭൂയിഷ്ടമാണ്. അതേപോലെ അതിൻ്റെ താഴ്ഭാഗവും അതേപോലെ തന്നെ ദൃഢമായതാണ്. അത് എന്നും ഉയർന്നു നിൽക്കുന്നതാണ്. അതിനെ അതിജയിക്കുവാനൊന്നുമില്ല. ഇപ്പോൾ തലമുറകളെ മാറ്റിയെടുത്ത് ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ് അൽഫിത്രയും അതേപോലെ അർറസാനും. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഇന്നിവിടെ അൽഫിത്രയിൽ നിന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മുഴുവനും പാരായണം ചെയ്യുകയും അതേപോലെ വിശുദ്ധ ഖുർആനിൽ നിന്നും 2 ജുസുകൾ മനഃപ്പാഠമാക്കുകയും ചെയ്ത അൽഫിത്രയിലെ ഈ വർഷം അൽഫിത്രയിൽ നിന്നും പടിയിറങ്ങുന്ന കുട്ടികൾക്കുള്ള കോൺവെക്കേഷനും അതേപോലെ തന്നെ അർറസാനിൽ നിന്നും ഹിഫ്ള് പൂർത്തീകരിക്കുകയും അതിനുശേഷം ഒരു ദൗറയും പൂർത്തീകരിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള സന്നദ്ധാനവുമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹനീയ വ്യക്തിത്വങ്ങൾക്കും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും വേദിയിലുള്ള ബഹുമാന്യനായ നൂർ മുഹമ്മദ് നൂർഷാ സാഹിബ് അവറുകൾ, അതേപോലെ എച്ച് മുഹമ്മദ് ബാബു സേഠ്, ഹമീദ് സാഹിബ്, അതേപോലെ സയ്യിദ് റഹ്മാൻ നദ്വി, പിന്നെ ഈ വേദിയിലുള്ള മുഴുവൻ വ്യക്തികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.